ഇന്ന് മാർച്ച് 9 കഴിഞ്ഞ മാസം ഫെബ്രുവരി 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ നെസ്ലൻ നായകനെത്തിയ സിനിമയാണല്ലോ പ്രേമലു. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി കടന്നതോടെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 50 കോടി കടക്കുന്ന 9ാമത്തെ സിനിമയായിട്ട് പ്രേമലു മാറിയിരിക്കുകയാണ്. വീഡിയോയിലൂടെ എല്ലാ ഭാഷകളിൽ നിന്നും 50 കോടി കളക്ഷൻ കടന്ന ആ 9 സിനിമകൾ ഇതൊക്കെയെന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് കേരള ബോക്സ് ഓഫീസിന് ആദ്യമായിട്ട് 50 കോടി കളക്ഷൻ കാണിച്ചു തന്ന നമ്മുടെ ലാലേട്ടന്റെ പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 റിലീസ് ചെയ്ത സിനിമ 85 കോടിയാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. രണ്ടാമതായിട്ട് 50 കോടി കളക്ഷൻ നേടിയെടുത്തത് ബാഹുബലി 2 എന്ന സിനിമയാണ്. 74 കോടിയാണ് പ്രഭാസ് നായകനെത്തിയ രാജമൗലി ചിത്രം 2017 കേരള കളക്ഷനായിട്ട് നേടിയെടുത്തത്. മൂന്നാമതായിട്ട് 50 കോടി പിറന്നത് ലൂസിഫർ എന്ന സിനിമയിൽ ായിരുന്നു. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ 2019 തിയേറ്ററുകളിലേക്ക് എത്തിയത്. 66 കോടിയായിരുന്നു സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. 2019 നിന്നും 2022 വരെ കാത്തിരിക്കേണ്ടി വന്നു നാലാമത്തെ 50 കോടി കാണാൻ. അത് യാഷിന്റെ KGF ചാപ്റ്റർ 2 എന്ന സിനിമയിലൂടെയാണ്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സിനിമ 2022 തിയേറ്ററുകളിലേക്ക് എത്തി. കേരളത്തിൽ നിന്നും 69 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മോളിവുഡിന് പുതിയ ഇൻഡസ്ട്രി വിജയ സ്റ്റാറ്റസ് നേടിത്തന്ന സിനിമയാണ് 2018. 2023 സിനിമ 89 കോടിയോളം രൂപയായിരുന്നു കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. ജയിലർ എന്ന ലാലേട്ടൻ കൂടി വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ രജനികാന്ത് സിനിമയാണ് 2018 ശേഷം ആറാമതായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി കളക്ഷൻ കടന്നത്. 57 കോടി രൂപയായിരുന്നു ജയിലറിന്റെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ. ശേഷം ഓണക്കാലത്ത് 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ RDX എന്ന സിനിമയാണ് കേരളത്തിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തത്. 52 കോടിയായിരുന്നു സിനിമയുടെ കേരള ഫൈനൽ ഗ്രോസ് കളക്ഷൻ. അതിനുശേഷം 8ാം സ്ഥാനത്തായിട്ട് 50 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് വിജയ് നായകനെത്തിയ ലിയോ. 60 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കേരള ഫൈനൽ ഗ്രോസ് കളക്ഷൻ. ഇപ്പോഴത്തെ ഈ പറഞ്ഞ 8 സിനിമകൾക്ക് ശേഷം 9ാമതായിട്ട് ഏറ്റവും പുതിയൊരു 50 കോടി കളക്ഷൻ കൂടി മോളിവുഡ് കണ്ടിരിക്കുകയാണ്. അത് പ്രേമലു എന്ന സിനിമയിലൂടെയാണ്. നിലവിൽ സിനിമയുടെ കേരള ഗ്രോസ് 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഈ ലിസ്റ്റിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ കൂടി ഇടം പിടിക്കും. നിലവിൽ 42 കോടി രൂപയ്ക്ക് മുകളിൽ കേരള കളക്ഷൻ എത്തപ്പെട്ട സിനിമയ്ക്ക് 50 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ട് അധികം ദിവസങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ 10ാമത്തെ മോളിവുഡിലെ 50 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് കേരള ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സ് മാറും. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ 50 കോടി നേട്ടത്തോടെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ലിസ്റ്റിനുണ്ട്. പുലിമുരുകൻ മുതൽ പ്രേമലു വരെയുള്ള ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു മലയാളം സിനിമയ്ക്ക് ശേഷം ഒരു അന്യഭാഷാ സിനിമ, മറ്റൊരു മലയാളം സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു അന്യഭാഷാ സിനിമ എന്ന രീതിയിലാണ് ലിസ്റ്റ് മുന്നോട്ട് പോയതെങ്കിൽ ഇനി മഞ്ഞുമൽ ബോയ്സിന്റെ വരവോടെ പ്രേമലു മഞ്ഞുമൽ ബോയ്സ് തുടർച്ചയായിട്ട് 50 കോടിയാണ് കേരളത്തിൽ പിറക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പല പ്രമുഖർക്കും ഇല്ലാത്ത നേട്ടങ്ങളാണ് ലാലേട്ടനും പിള്ളേരും കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ ലിസ്റ്റിലില്ലാത്ത പല പ്രമുഖർക്കും ആ ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് കഴിയട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ടാം.